പാവയ്ക്ക തോരനും കൂന്തൽ വറുത്തത്. നമുക്കിന്ന് 2 ഡിഷ് ഒരുമിച്ച് ചെയ്യാം. പാവയ്ക്കേൻ്റെ തോരനും. പാവയ്ക്ക എന്നുള്ളത് ഇവിടെ എറണാകുളം ഇവിടെ വന്നേരാട്ടോ ഞാൻ അറിയാം. ഞങ്ങൾ അവിടെ നാട്ടിൽ എൻ്റെ വീട്ടിൽ കോഴിക്കോട് പൂക്കാടൊക്കെ പറയുന്നത് കയ്പ്പക്കാണ്. കയ്പ്പക്ക എന്നായാലും പറയല്. പക്ഷെ ഇവിടെ വന്നേരാണ് ഈ പാവക്ക പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പാവയ്ക്ക തോരനും നമ്മളെ കൂന്തൽ വറുത്തത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. 2 പാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഓയിൽ ഒഴിക്കാം. നമ്മൾ ആദ്യം പാവയ്ക്ക തോരനാണ് വെക്കണേ. ആദ്യം ഒന്നുമില്ല, 2 ഒരുമിച്ചാണ് നമ്മൾ ഗ്യാസ് മേൽ 2 അടുപ്പത്തായിട്ട് വെക്കുകയാണ്. പക്ഷെ ഫസ്റ്റ് ഓയിൽ ഒഴിച്ചത് പാവയ്ക്ക തോരന്. ഇത് നമ്മളെ കൂന്തൽ ഫ്രൈക്ക്. എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മൾ പാവയ്ക്ക തോരന് വേണ്ടിയിട്ട് പാവയ്ക്ക നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഇടാനുള്ള പച്ചമുളകും സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളകും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പാവയ്ക്ക, സവാള, പച്ചമുളക്, ഉപ്പ്, ഒരു പൊടി മഞ്ഞൾപ്പൊടി. ഇത് നമ്മളെ കൂന്തലാണ്. കൂന്തൽ ഞാൻ മുറിച്ച് അത് കഴുകി നീറ്റാക്കിയതിന് ശേഷം മഞ്ഞൾ, മുളക്, ഉപ്പൊക്കെ ഇട്ട് ഇതാക്കി വെച്ചത്. ഇത് ഒരു അരമണിക്കൂറായി പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിലായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ പുറത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിന്ന് ഈ 2 ഡിഷ് ചെയ്യാം. നമ്മളെ പാവയ്ക്ക തോരൻ വെക്കാനുള്ള എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ്, മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കും. ഇതൊന്ന് നന്നായിട്ട് വഴറ്റട്ടെ. വഴറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക ഇടാം. നമ്മുടെ മറ്റേ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കൂന്തലിനെ അതിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കൈയൊന്നും ആരെയും ചുറ്റിപ്പോകരുത്. അപ്പോൾ നമ്മളെ സവാളയും പച്ചമുളക് നല്ല ഒന്ന് കഴുകി വന്നിട്ടുണ്ട്. നമുക്ക് പാവയ്ക്ക കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക ഇതിലേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കിയിടുക.
പാവയ്ക്ക മക്കൾക്കൊന്നും എങ്ങനെ ഇഷ്ടമാവാൻ ചാൻസ് ഇല്ല, കാരണം ഇതിൻ്റെ കയ്പ്പ് അത്ര ഇഷ്ടമാവില്ല. പക്ഷേ കുറച്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ലത്. ഷുഗറുള്ളവർക്കൊക്കെ നല്ല സാധനമാണ് ഈ കയ്പ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാവയ്ക്കേൻ്റെ തോരനിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, അതായത് പാവയ്ക്ക വേകാൻ മാത്രമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. പാവയ്ക്ക അതിൽ നിന്ന് വേവും. നമ്മളെ കൂന്തൽ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ കൂന്തലിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുങ്ങനെ വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ വെള്ളവും നമ്മളെ എണ്ണയും കൂടി ഇത് നന്നായിട്ട് വേവട്ടെ. എന്നിട്ട് നല്ല ഇങ്ങനെ വറുത്ത് വരും, അതായത് ഫ്രൈ ആയിട്ട് തന്നെ വരും. വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചേർത്ത് വെക്കാം. പക്ഷെ ഇത് വെറും കൂന്തൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴുകി അതിൻ്റെ മഞ്ഞൾ മുളക് ഉപ്പിട്ട് കുറച്ച് നേരം വെച്ച് നേരെ ചിക്കനിട്ട് ഇതിൽ നമുക്ക് അടച്ചു വെച്ച് കഴിക്കും. രണ്ട് മെല്ലന വെന്ത് വരട്ടെ കേട്ടോ. രണ്ട് മെല്ലന വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചത് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ പാവയ്ക്ക ആയിട്ടില്ല, തോരൻ ഇങ്ങനെ ആയിക്കൊണ്ടേ നിൽക്കുന്നുള്ളൂ. അതിലുള്ള കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയതൊക്കെ ഒന്ന് വറ്റി റെഡിയാകട്ടെ, സെറ്റാവട്ടെ. ഒന്നുകൂടി വേവാനുണ്ട്, ഒന്നിട്ടില്ല. പിന്നെ നമ്മളെ ഇതാ ആയിട്ടില്ല. നമുക്ക് നമ്മൾ ചുരുങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ വെന്ത് കഴിയില്ല കേട്ടോ. വെന്ത് അപ്പുറത്ത് നമ്മൾ റെഡി ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പാവയ്ക്ക ഏകദേശം തോരനായിട്ടുണ്ട്. പാവയ്ക്ക തോരൻ റെഡി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ,
പാവക്കത്തോരൻ റെഡി. ഒന്നുമില്ല, സിമ്പിളാണ്. പാവക്ക അങ്ങനെ കഴുകി ചെറുതായിട്ട് അരിയുക, സവാള, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒന്ന് വഴറ്റിയതിന് ശേഷം പാവക്കയിട്ട് ചെറിയ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പാവക്കത്തോരൻ ശരി. അപ്പോൾ നമ്മളെ പാവക്കത്തോരൻ റെഡിയായി. ഇനി നമ്മൾ നെക്സ്റ്റ് വെച്ച് നമ്മളെ കൂന്തൽ ഫ്രൈ എന്തായാലും നോക്കാം. നമ്മൾ നെക്സ്റ്റ് വെച്ചിട്ടുള്ള കൂന്തൽ ഫ്രൈനെ മൂടി നോക്കാം. കൂന്തൽ ഫ്രൈ ഒരു കലോടി വെന്ത് കഴിഞ്ഞു. ഒന്ന് മൊരിഞ്ഞോട്ടെ, എല്ലാവർക്കും അതൊന്ന് നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഇഷ്ടം. ഒന്നുകൂടി മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇതും നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യും. ഒന്നുകൂടി ഒന്ന് ഏകദേശമായി, കലോടിയായി. ഒന്നുകൂടി ഒന്ന് എണ്ണയൊക്കെ പിടിച്ച് ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പം നമ്മളെ കൂന്തലിൻ്റെ മൂടി ഞാൻ തുറന്നു. കൂന്തൽ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളെ കൂന്തൽ ഫ്രൈ ആയി. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളെ കൂന്തൽ ഫ്രൈ റെഡിയായി. പാവക്കത്തോരൻ റെഡി. രണ്ടും ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. കൂന്തൽ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പാവക്ക പിന്നെ ഒരുപാട് ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു കയ്പ്പായിരിക്കും. അതുകൊണ്ട് മക്കൾക്കൊന്നും ഇഷ്ടമാകാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ കൂന്തൽ വറുത്തത് സൂപ്പറാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ പാവക്കത്തോരനും കൂന്തൽ വറുത്തതും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.